2021 ഓഗസ്റ്റ് 27 ഹരിയാനയിലെ റോത്തക് നഗരം പതിവുപോലെ തിരക്കുകളിലേക്ക് ഉണരുകയായിരുന്നു. എന്നാൽ നഗരത്തിലെ വിജയ് നഗർ കോളനിയിൽ അന്ന് പുലർന്നത് നാടിനെയാകെ നടുക്കിയ ഒരു ദുരന്ത വാർത്തയിലേക്കാണ്. സമൂഹത്തിൽ അത്യാവശ്യം പേരും പെരുമയുമുള്ള, സാമ്പത്തികമായി ഉന്നത നിലവാരം പുലർത്തുന്ന മാലിക് കുടുംബത്തിലെ 4 പേർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. പ്രദീപ് മാലിക്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ബബ്ലി ദേവി, മകൾ നേഹ, പ്രദീപിൻ്റെ അമ്മ റോഷ്നി ദേവി എന്നിവരായിരുന്നു ആ ദുരന്തത്തിനിരയായത്. ഒരു കുടുംബമൊന്നാകെ ഇല്ലാതാകുന്ന കാഴ്ച കണ്ടുനിന്നവരുടെ മനസ്സിനെ പിടിച്ചുലച്ചു. എന്നാൽ ആ വീടിനുള്ളിൽ നടന്നത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ ഒരു കൂട്ടക്കൊലയായിരുന്നു. ആ കുടുംബത്തിൽ അവശേഷിച്ചത് 20 വയസ്സുകാരനായ അഭിഷേക് മാലിക് എന്ന മകൻ മാത്രമായിരുന്നു. അന്ന് വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടവനെന്ന് ലോകം കരുതിയ ആ യുവാവിലേക്കായിരുന്നു പിന്നീട് സംശയത്തിന്റെ മുനകൾ നീണ്ടത്. സംഭവ ദിവസം ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ അഭിഷേകാണ് കൊലപാതക വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. വീടിന്റെ വാതിലുകൾ പൂട്ടിക്കിടക്കുന്നതും ഫോൺ വിളിച്ചിട്ട് ആരും എടുക്കാത്തതും കണ്ട് സംശയം തോന്നിയ അവൻ ബന്ധുക്കളെയും കൂട്ടി വാതിൽ തകർത്തകത്ത് കയറുകയായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി. അകത്ത് കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. പ്രദീപ് മാലിക് താഴത്തെ നിലയിലെ മുറിയിലും ബാക്കി 3 പേർ മുകളിലത്തെ നിലയിലെ മുറിയിലും വെടിയേറ്റു മരിച്ചു കിടക്കുന്നു. മൃതദേഹങ്ങൾ കണ്ട മാത്രയിൽ അഭിഷേക് പൊട്ടിക്കരയുകയും തളർന്നു വീഴുകയും ചെയ്തു. കണ്ടുനിന്നവർക്കെല്ലാം അതൊരു വലിയ വേദനയായി മാറി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ഒറ്റനോട്ടത്തിൽ ഇതൊരു കവർച്ചാശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിരുന്നു. മുറികളിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. അലമാരകൾ തുറന്നുകിടക്കുന്നു. എന്നാൽ പരിചയസമ്പന്നരായ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവിടെ മുഴച്ചുനിന്ന ചില വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാനായില്ല. കവർച്ചയാണ് ലക്ഷ്യമെങ്കിൽ അക്രമികൾ ആഭരണങ്ങളോ പണമോ നഷ്ടപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങൾ അവിടെ കണ്ടില്ല. മാത്രമല്ല, വീടിന്റെ വാതിലുകൾക്കോ ജനലുകൾക്കോ ബലപ്രയോഗത്തിലൂടെ കകർത്തതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. കൊലപാതകിക്ക് വീടിനെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്ന് പോലീസ് ഉറപ്പിച്ചു. സംശയത്തിന്റെ മുനകൾ നീണ്ടത് അന്വേഷണം സ്വാഭാവികമായും കുടുംബത്തിൽ അവശേഷിച്ച ഏക അംഗമായ അഭിഷേകിലേക്ക് തിരിഞ്ഞു. തന്റെ അച്ഛനൊരു പ്രോപ്പർട്ടി ഡീലറായിരുന്നെന്നും അദ്ദേഹത്തിന് ബിസിനസ്സിൽ പല ശത്രുക്കളുണ്ടെന്നും അഭിഷേക് പോലീസിനോട് പറഞ്ഞു. ചില പേരുകൾ അവൻ വെളിപ്പെടുത്തുകയും ചെയ്തു. പോലീസ് ആ വഴിക്കും അന്വേഷണം നടത്തി. എന്നാൽ ചോദ്യം ചെയ്യലിൽ സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്തിയില്ല. വീണ്ടും പോലീസ് അഭിഷേകിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവന്റെ പെരുമാറ്റത്തിലും മൊഴികളിലും കണ്ട ചില അവ്യക്തതകൾ ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിച്ചു. കവർച്ച നടന്നുവെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമം വളരെ അമച്വറാണെന്ന് പോലീസിന് തോന്നിയിരുന്നു. തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ പിടിച്ചുനിൽക്കാനാവാതെ അഭിഷേക് ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. താൻ തന്നെയാണ് തന്റെ കുടുംബത്തെ മുഴുവൻ വകവരുത്തിയതെന്ന് അവൻ സമ്മതിച്ചു. ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ തേടിപ്പോയാൽ അത് ചെന്നെത്തുന്നത് 3 വർഷം മുമ്പുള്ള അഭിഷേകിന്റെ ഡൽഹി ജീവിതത്തിലേക്കാണ്. +2 പഠനത്തിന് ശേഷം ക്യാബിൻ ക്രൂ കോഴ്സ് പഠിക്കാനായി ഡൽഹിയിലേക്ക് പോയതായിരുന്നു അഭിഷേക്. അതുവരെ മാതാപിതാക്കളുടെ കർശന നിയന്ത്രണത്തിൽ കഴിഞ്ഞിരുന്ന അവന് ഡൽഹിയിലെ ജീവിതം നൽകിയത് വലിയൊരു സ്വാതന്ത്ര്യമായിരുന്നു. അവിടെ വെച്ച് അവൻ കാർത്തിക് എന്ന ഉത്തരാഖണ്ഡ് സ്വദേശിയായ യുവാവുമായി പരിചയത്തിലാകുന്നു. ആ സൗഹൃദം വളരെ പെട്ടെന്ന് തന്നെ വളർന്നു. കാർത്തിക്കുമായുള്ള സാമീപ്യം അഭിഷേകിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. തന്റെ ഉള്ളിലെ സ്ത്രീസത്തയെ അവൻ തിരിച്ചറിയാൻ തുടങ്ങിയത് ഇക്കാലത്താണ്. താനൊരു പുരുഷ ശരീരത്തിൽ കുടുങ്ങിപ്പോയ സ്ത്രീയാണെന്ന ചിന്ത അവനിൽ ശക്തമായി. കാർത്തിക്കിനോട് തോന്നിയ പ്രണയം ആ ചിന്തകൾക്ക് ആക്കം കൂട്ടി. അവർ ഒന്നിച്ച് സമയം ചെലവഴിക്കുകയും ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ യഥാർത്ഥ സ്വത്വം കുടുംബത്തിനു മുന്നിൽ വെളിപ്പെടുത്താൻ അഭിഷേകിന് ഭയമായിരുന്നു. കാർത്തിക്കിനെ പലതവണ അവൻ വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് തന്റെ ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ മാത്രമായിരുന്നു. അവരുടെ ഉള്ളിലെ പ്രണയമോ അഭിഷേകിന്റെ മാറ്റങ്ങളോ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അഭിഷേക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കാർത്തിക്കിൽ നിന്നുള്ള അകലം അവനെ അസ്വസ്ഥനാക്കി. ഉള്ളുകൊണ്ട് താനൊരു സ്ത്രീയാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ച അവൻ വീട്ടിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ സഹോദരി നേഹയുടെ വസ്ത്രങ്ങൾ ധരിക്കാനും മേക്കപ്പ് ഉപയോഗിക്കാനും തുടങ്ങി.
ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി പൂർണ്ണമായും ഒരു സ്ത്രീയായി മാറാനും അതിനുശേഷം കാർത്തിക്കിനെ വിവാഹം കഴിച്ച് വിദേശത്തേക്ക് പോകാനും അവൻ സ്വപ്നം കണ്ടു. ഇതിനായി ഇന്റർനെറ്റിൽ വിവരങ്ങൾ ശേഖരിക്കുകയും ശസ്ത്രക്രിയയ്ക്കും തുടർ ജീവിതത്തിനുമായി വലിയൊരു തുക ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പണത്തിനായി അവൻ അച്ഛനെ സമീപിച്ചു. 5 ലക്ഷം രൂപയോളം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കൃത്യമായ കാരണം പറയാത്തതിനാൽ അച്ഛനത് നിരസിച്ചു. അമ്മയോട് ചോദിച്ചപ്പോഴും നിരാശയായിരുന്നു ഫലം. ഗത്യന്തരമില്ലാതെ അവൻ തന്റെ സഹോദരി നേഹയോട് മനസ്സ് തുറന്നു. പുതിയ തലമുറയിലെ പെൺകുട്ടിയായതുകൊണ്ട് അവൾ തന്നെ മനസ്സിലാക്കുമെന്ന് അവൻ കരുതി. എന്നാൽ സംഭവിച്ചതു മറിച്ചായിരുന്നു. നേഹ ഈ വിവരം മാതാപിതാക്കളെ അറിയിച്ചു. ഇത് കുടുംബത്തിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. അച്ഛൻ പ്രദീപ് മാലിക് മകന്റെ ഈ തീരുമാനം കേട്ട് ക്ഷുഭിതനായി. ഇത്തരം ചിന്തകളുമായി മുന്നോട്ടു പോയാൽ സ്വത്തുവകകളിൽ നിന്ന് പുറത്താക്കുമെന്നും ഇനി കാർത്തിക്കിനെയോ മറ്റു സുഹൃത്തുക്കളെയോ വീട്ടിൽ കയറ്റരുതെന്നും അദ്ദേഹം താക്കീത് നൽകി. അഭിഷേകിന് വീട് ഒരു തടവറ പോലെയായി. തന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് സ്വന്തം കുടുംബമാണെന്ന ചിന്ത അവനിൽ പക വളർത്തി. അവരെ ഇല്ലാതാക്കാതെ തനിക്ക് ആഗ്രഹിച്ച ജീവിതം കിട്ടില്ലെന്ന് അവൻ ഉറപ്പിച്ചു. അങ്ങനെ ആ ക്രൂരമായ തീരുമാനം അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കൊലപാതകം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് അവൻ ഗൂഗിളിൽ തെരഞ്ഞു. ഒടുവിൽ അച്ഛന്റെ കൈവശമുള്ള ലൈസൻസ് ഇല്ലാത്ത തോക്കുപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി അച്ഛന്റെ മുറിയിൽ നിന്ന് തോക്കും തിരകളും അവൻ മോഷ്ടിച്ച് സ്വന്തം മുറിയിൽ ഒളിപ്പിച്ചു. ഓഗസ്റ്റ് 27 എന്ന ദിവസം ഇതിനായി അവൻ തിരഞ്ഞെടുത്തു. അതിന് 2 ദിവസം മുമ്പ് കാർത്തിക്കിനെ കണ്ട് സംസാരിച്ചുവെങ്കിലും തന്റെ പദ്ധതിയെക്കുറിച്ച് ഒരു സൂചനയും നൽകിയില്ല. ഓഗസ്റ്റ് 27 രാവിലെ, സമയം 10:30 അഭിഷേക് തന്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. പുറത്തു ശബ്ദം കേൾക്കാതിരിക്കാൻ അവൻ തന്റെ മുറിയിലെ മ്യൂസിക് സിസ്റ്റം ഉച്ചത്തിൽ വെച്ചു. ആദ്യം അവൻ പോയത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന സഹോദരി നേഹയുടെ മുറിയിലേക്കാണ്. വാതിലടച്ച് കുറ്റിയിട്ട ശേഷം ഉറങ്ങിക്കിടന്ന അവളുടെ മുഖത്തേക്ക് തലയിണ അമർത്തിപ്പിടിച്ച് അവൻ നിറയൊഴിച്ചു. മ്യൂസിക് സിസ്റ്റത്തിന്റെ ശബ്ദം കാരണം വെടിയൊച്ച പുറത്തേക്ക് കേട്ടില്ല. അടുത്തത് മുത്തശ്ശിയായിരുന്നു. നേഹ വിളിക്കുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞ് മുത്തശ്ശിയെ ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിൽ കയറിയ ഉടനെ അവരെ തള്ളിയിട്ട് അതേ രീതിയിൽ തലയണ ഉപയോഗിച്ച് വെടിവെച്ചു കൊന്നു. താഴെയായിരുന്ന അമ്മ മുകളിലെന്തോ ശബ്ദം കേട്ട് അന്വേഷിച്ചു വന്നപ്പോൾ മുത്തശ്ശി നേഹയുടെ മുറിയിലുണ്ടെന്ന് പറഞ്ഞ് അവരെയും അങ്ങോട്ട് വരുത്തി. മുറിയിലെത്തിയ അമ്മയെയും അവൻ വെടിവെച്ചു കൊന്നു. ഏറ്റവും അവസാനം പിതാവിന്റെ ഊഴമായിരുന്നു. താഴത്തെ നിലയിലെ മുറിയിൽ ഹെഡ്ഫോൺ വെച്ച് മൊബൈലിൽ വീഡിയോ കാണുകയായിരുന്നു പ്രദീപ് മാലിക്. മകന്റെ വരവ് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. TV റിമോട്ട് എടുക്കാനെന്ന വ്യാജേന മുറിയിൽ കയറിയ അഭിഷേക് സോഫയിലിരിക്കുകയായിരുന്ന അച്ഛന്റെ പിന്നിലെത്തി തലയിലേക്ക് 2 തവണ വെടിയുതിർത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആ വീട് ഒരു ശവപ്പറമ്പായി മാറി. 4 പേരെയും കൊന്ന ശേഷം അഭിഷേക് വീടാകെ അലങ്കോലമാക്കി. ഒരു കവർച്ച നടന്ന പ്രതീതിയുണ്ടാക്കാൻ സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ടു. പിന്നീട് വീട് പൂട്ടി പുറത്തിറങ്ങി കാർത്തിക്കിനെ കാണാൻ പോയി. ഉച്ചയ്ക്ക് ശേഷം തിരിച്ചെത്തി ഒന്നും അറിയാത്തവനെപ്പോലെ അഭിനയിച്ച് ബന്ധുക്കളെ വിളിച്ചുകൂട്ടി. എന്നാൽ പോലീസിന്റെ കൂർമ്മബുദ്ധിക്ക് മുന്നിൽ ആ അഭിനയം അധികനേരം നീണ്ടുനിന്നില്ല. ശാസ്ത്രീയമായ തെളിവുകളുടെയും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് അവനെ കുടുക്കി. ഒടുവിൽ അവൻ കുറ്റസമ്മതം നടത്തി. ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി കാമുകനൊപ്പം ജീവിക്കുക എന്ന സ്വപ്നത്തിന് തടസ്സം നിന്ന സ്വന്തം ചോരയെ തന്നെ ഇല്ലാതാക്കിയ അഭിഷേക് മാലിക്കിന്റെ കഥ മനസാക്ഷിയുള്ളവരെ മരവിപ്പിക്കുന്നതാണ്. വിചാരണയ്ക്കൊടുവിൽ നിയമം അവന് അർഹമായ ശിക്ഷ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു നിമിഷത്തെ പകയും തെറ്റായ തീരുമാനങ്ങളും എങ്ങനെയാണ് ഒരു കുടുംബത്തെയാകെ ഇല്ലാതാക്കിയതെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതേപോലത്തെ ഇന്ത്യയിൽ അകത്തും പുറത്തും നടന്നതുമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.